വെറും ഒരു 800 രൂപയ്ക്ക് നമുക്കൊന്ന് ബാംഗ്ലൂർ കിട്ടുന്നാലോ. വെൽക്കം ടു ബാംഗ്ലൂർ വ്ലോഗ്. വൈകുന്നേരം 4 മണിയുടെ ട്രെയിനിൽ 230 രൂപ ജനറൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ രാവിലെ ഒരു 8:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ബാംഗ്ലൂർ എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ റെയിൽവേയുടെ തന്നെ വെയിറ്റിംഗ് ഹാളിൽ നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ആയതുകൊണ്ട് വീട്ടിൽ നിന്നുണ്ട് ഇലയപ്പൊക്കെയാണ് ഞാൻ രാവിലെ തിന്നത്. ഞാൻ പോയതൊരു ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. തിങ്ങി നിറങ്ങിയാണ് ഓരോ ട്രെയിനും പോകുന്നത്. അങ്ങനെ ഞാൻ മെട്രോയിൽ കയറിയിട്ട് നമ്മൾ ആ ഫസ്റ്റ് ലൊക്കേഷൻ നമ്മുടെ ചിക്പേട്ട് മാർക്കറ്റാണ്. ബാംഗ്ലൂർ തന്നെ ചീപ്പസ്റ്റ് മാർക്കറ്റാണ് ചിക്പേട്ട് മാർക്കറ്റ്. അവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങൾക്കും നല്ല വിലക്കുറവിൽ കിട്ടും. അങ്ങനെ അവിടുന്ന് പോയത് നേരെ ഇസ്കോൺ ടെമ്പിളിലോട്ടാണ്. ബാംഗ്ലൂരിന് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ്. ഒരു മലമുകളിലാണെന്ന് തോന്നുന്നു അമ്പലം. ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഒരു ശബരിമലയിലെ തിരക്കുണ്ട് ഈ ഒരു അമ്പലത്തിലോട്ട് കയറാൻ. അങ്ങനെ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ പിന്നെ അങ്ങോട്ട് കയറാൻ നോക്കിയില്ല. പിന്നെ വെളിയിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയി. ഒരു ഉച്ചയായപ്പോഴത്തേക്ക് ഏതാണ്ടൊക്കെ ഞാൻ മടുത്തു തുടങ്ങി. എന്ന് വെച്ചാൽ നമ്മൾ സ്ഥലം കാണുമ്പോൾ ഒരു എക്സൈറ്റിംഗ് ആയിട്ടൊന്നും തോന്നാറില്ല. അങ്ങനെ ഞാൻ എത്തിപ്പെടുന്നത് വിധനസൗധയിലാണ്. ബാംഗ്ലൂർ അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ് വിധനസൗധ എന്ന് പറയുന്നത്. ഇതിനകത്തേക്ക് കയറാൻ നമുക്ക് ഈ ഗവൺമെൻറ് ഓഫീഷ്യൽസിനൊക്കെ കയറാൻ പറ്റത്തുള്ളൂ. നമുക്ക് വിസിറ്റേഴ്സിനെല്ലാം വെളിയിൽ നിന്ന് ഇങ്ങനെ ഒരു കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാം. അങ്ങനെ ഞാൻ എന്തായാലും കുറച്ച് നേരം അവിടെ നിന്ന് സ്ഥലമൊക്കെ കണ്ടിട്ട് നേരെ കബൻ പാർക്ക്. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ എനിക്ക് കയറാൻ പറ്റാത്തൊരു പാർക്കായിരുന്നു കബൻ പാർക്ക്. പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ലെങ്കിലും വെറുതെ മരങ്ങളുടെയൊക്കെ ഇടയ്ക്കൂടെ നടക്കാം. അവിടുത്തെ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു പാർക്കാണ് കബൻ പാർക്ക്. ഫ്രീ എൻട്രിയാണ്. പിന്നെ ഏകദേശം ഒരു 3:30 ഞാൻ ഫുഡൊക്കെ കഴിച്ച് അതിനുശേഷം 4:30 എൻ്റെ ട്രെയിൻ തിരിച്ചു പോകാനുള്ളത്. ഒരു വട്ടം വന്നതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ലാഗായിട്ടാണ് ഓരോ സ്ഥലങ്ങളിലൊക്കെ കണ്ട് ഇറങ്ങുന്നത്. പിന്നെ നിങ്ങൾക്കാണെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് ഓരോ സ്ഥലങ്ങൾ കണ്ടിറങ്ങി കഴിഞ്ഞാൽ ഇനിയും കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.